ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പുതിയതായിട്ട് വന്ന എഡിറ്റിംഗ് ഫീച്ചറിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഫേസ്ബുക്കിൽ നമ്മൾ മുമ്പ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടായിരുന്നില്ല. ഏതെങ്കിലും മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമ്മളുടെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്ന ഈ പുതിയ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ്ബുക്കിന്റെ തന്നെ എഡിറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നിന്നും ഒരു ഫോട്ടോ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോ ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, അപ്ലോഡ് ആവുന്നുണ്ട്. നോക്കുക, ആ ഫോട്ടോ ഇവിടെ ഇപ്പോൾ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് ടാഗ്, മറ്റൊന്ന് എഡിറ്റ് ഫോട്ടോ. ടാഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും മറ്റുള്ളവർക്ക് ഈ ഫോട്ടോ ടാഗ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറെ ഫിൽറ്ററുകൾ കാണാൻ സാധിക്കും. പല രീതിയിലുള്ള ഫിൽറ്ററുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കളറ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെ ടാഗ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ടാഗ് ചെയ്യുന്നില്ല. അതിനുശേഷം തൊട്ട് താഴെയായിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഫോട്ടോയുടെ സൈഡിലായിട്ട് നീല കളറിലുള്ള ഒരു റൗണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടോ പുറമോട്ടോ നീക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നിന്നും സ്ക്വയർ ആക്കണമെങ്കിൽ ഇവിടെ നിന്നും സ്ക്വയർ ആക്കാൻ സാധിക്കും. അതേപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഫോട്ടോ. അതിനുശേഷം ഒറിജിനൽ ആണ് വേണ്ടതെങ്കിൽ ഒറിജിനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. താഴെയായിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന അടുത്ത ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ടെസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഞാനിവിടെ ഹലോ എന്ന് എഴുതി. അതിനുശേഷം ഇത് നിങ്ങൾക്ക് മൂവ് ചെയ്ത് എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാനും സാധിക്കും. നോക്കുക, ഇതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കും. കളർ മാറ്റാനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തത് വീണ്ടും അപ്ലോഡ് ആവുകയാണ്. നോക്കുക, ഇവിടെ ഇപ്പം അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കിലേക്ക് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഫേസ്ബുക്കിൽ പുതിയതായിട്ട് വന്ന ഈ മാറ്റം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.